രാജ്യം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത 5 വർഷം ആര് ഭരിക്കണം, എന്തായിരിക്കണം ഇന്ത്യയുടെ ഭാവി എന്ന് നിർണയിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് കന്യാകുമാരിയിൽ ഒരാൾ ധ്യാനമഗ്നനായിരിപ്പുണ്ട്. അദ്ദേഹം പൂർണ്ണമായും ധ്യാനത്തിലാണെങ്കിൽ പോലും ഞാനിപ്പം പരിശോധിച്ചപ്പോൾ ട്വിറ്ററിൽ അദ്ദേഹം സജീവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ധ്യാനവും ഈ എക്സിലുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റും കൂടി ഒരുമിച്ച് പോകുന്നത് എന്നൊക്കെയുള്ള എനിക്ക് ഒരുപക്ഷെ അത് ഇന്നത്തെ ആധുനിക ശാസ്ത്ര യുഗത്തിൽ ഇതൊക്കെ പറ്റുമായിരിക്കും പറഞ്ഞില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളായിരിക്കുമല്ലോ ഈ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇന്ത്യയുടെ GDP വളർച്ചയെക്കുറിച്ചും അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ കേവലപരമായിട്ട് പൊതുപ്രവർത്തനത്തിൽ മാത്രം നിൽക്കുന്ന ആൾക്കാർക്കുള്ളതല്ല. ഏതൊരു സാധാരണ വ്യക്തിയെയും ചൂഴ്ന്നു നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ.